ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. സോ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണെന്ന് പറയാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ, അതായത് ഞാനും അച്ഛനും അമ്മയും മാത്രമായിട്ട് ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടൊരു ട്രിപ്പ് പോകുന്നത്. ചെറുപ്പം തൊട്ടേ നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും മെയിൻലി അതെല്ലാം തീർത്ഥാടനങ്ങളായിരുന്നു. പിന്നെയും ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും മേ ബി അത് നമ്മുടെ ഫാമിലീൻ്റെ കൂടെ, ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ, അങ്ങനെയൊക്കെ ഞങ്ങൾ പോയത്. ഞങ്ങൾ മാത്രമായിട്ട് എവിടെയും പോയിട്ടില്ല. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് അസ് ദാറ്റ് വി ആർ ഗോയിങ്. മേ ബി വിഗു വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതായിരിക്കും, അങ്ങനെ പറയാമല്ലേ. യാ, സോ എനിവേ വി വർ ബോർഡിങ് ഫ്രം ബാംഗ്ലൂർ ടെർമിനൽ 2 ആൻഡ് ടെർമിനൽ 2 ഇസ് ആക്ച്വലി റിയലി ബ്യൂട്ടിഫുൾ ടു സീ. സോ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ കാണാൻ പറ്റി. ഈ ട്രിപ്പ് ഫുള്ള് പ്ലാൻ ചെയ്ത് ആൻഡ് ബുക്കിങ്സ് ഒക്കെ നടത്തിയത് ഞാനാണ്. നമ്മളൊരു ഏജൻസി ത്രൂ തന്നെയാണ് ചെയ്തത്. പക്ഷേ എല്ലാം ഓൺലൈനിലാണല്ലോ ഇപ്പോൾ ഈ കാലത്ത് ചെയ്യുന്നത്. സോ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം ഞാൻ മുന്നേ ബുക്ക് ചെയ്യാത്തൊരു വെബ്സൈറ്റ് ആയിരുന്നു. സോ ഐ വാസ് തിങ്കിങ്, ഇനി അവിടെ എത്തിയിട്ട് നമ്മളെ വിളിക്കാനൊരു വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ഇല്ലെങ്കിലോ, അങ്ങനെ ചെറിയൊരു ടെൻഷനിലായിരുന്നു ഞാൻ ആക്ച്വലി. രാവിലെ 8-നായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. നമ്മളവിടെ ഒരു 10:30 ആകുമ്പോഴത്തേക്കും എത്തി. ആൻഡ് അങ്ങനെ വി റീച്ച്ഡ് ജയ്പൂർ സിറ്റി, വിച്ച് വാസ് എ ഡെസ്റ്റിനേഷൻ നമ്പർ 1. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഡ്രൈവറൊക്കെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇത് അവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സ്ട്രക്ചറാണ് എന്നാണ് നമ്മളെടുത്ത ഡ്രൈവർ പറഞ്ഞത്. ഇത് എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു. ആൻഡ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു 11 ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ആദ്യം തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലേക്ക് വിടണമെന്ന്. എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ അഹമ്മദാബാദിൽ നിന്ന സമയത്തും ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ല, അവർക്കൊരു സ്നാക്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു കളിയാണെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ അവിടെ എത്തി ആ ചേട്ടൻ ഇറക്കി തന്ന സ്ഥലത്ത് സമൂസ, കച്ചോരി അതൊക്കെയായിരുന്നു ഓപ്ഷൻ. അതൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ മുഖമൊക്കെ ആകെ വാടി. പുട്ടുംകടലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ. അവിടെ ഒരു ഫേമസ് ഐറ്റം ആയിരുന്നു പ്യാസ് കച്ചോരി. സോ അതും ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ജയ്പൂര് മോളെ തന്നെയാണോ ഗതി? അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാ? കോഴിക്കോടേക്ക്. ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ സോസിൽ മുക്കാം. എനിക്കും അമ്മയ്ക്കും സാദാ കച്ചോരി ഇഷ്ടമായത്, ദാൽ കച്ചോരി. രാവിലെ ഒരു 11 മണിക്ക് സ്വീറ്റ് ഷോപ്പിലുള്ള തിരക്കാണ് കേട്ടോ ഇത്. നമ്മളവിടെ കിട്ടുന്ന ടൈപ്പ് സ്വീറ്റ്സ് തന്നെ ആയിരിക്കും, പക്ഷേ ടേസ്റ്റ് വൈസ് എന്തായാലും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അവർക്ക് അതല്ലാതെ നമുക്ക് നാട്ടിൽ കിട്ടാത്ത ടൈപ്പും കുറേ സ്വീറ്റ്സും സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സും അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതായത് നമ്മുടെ ഈ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, കച്ചോരി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ നമ്മുടെ ഹോട്ടലിലേക്ക് വീണ്ടും ഇറങ്ങി. സോ ഞങ്ങൾ രാജസ്ഥാൻ ചൂസ് ചെയ്യാനുള്ള കാരണം അവിടെ കുറേ ഫോർട്ട്സും റോയൽ പാലസസും ആൻഡ് ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ തന്നെയാണല്ലോ. സോ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ 2 days ആണ് ഇവിടെ ജയ്പൂർ ഉണ്ടാവുക. സോ നമ്മൾ ഹോട്ടൽ ഇൻഡോ പ്രൈം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ബേസിക് റൂംസ് ആയിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് എ 3 or 4 star ഹോട്ടൽ. അത്യാവശ്യം നല്ല റൂമായിരുന്നു, നോട്ട് ടു ഗ്രാൻഡ് ഓർ എനിത്തിങ്, ഇറ്റ് വാസ് ഗുഡ്. സോ അങ്ങനെ അവിടെ നിന്നു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ആൻഡ് നമ്മൾ സിറ്റി ടൂറിന് ഇറങ്ങി. 1872 പ്രിൻസ് ഓഫ് വെയിൽസ് ആൽബർട്ട് എഡ്വേർഡിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ മഹാരാജാവായ സവായ് റാം സിംഗ് സെക്കൻഡാണ് ഈ എൻറ്റയർ സിറ്റി ടെറാക്കോട്ട പിങ്ക് കളറിൽ പെയിൻറ് ചെയ്യാൻ കൽപ്പിച്ചത്. ആൻഡ് our first stop was the landmark of Jaipur, the most photographed place over here, Hawa Mahal. മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ ഹവാ മഹൽ ഉണ്ടാക്കിയത്. സോ ഈ ഹവാ മഹലിൻ്റെ ഡിസൈൻ ഇൻസ്പിറേഷൻ നമ്മുടെ ലോർഡ് കൃഷ്ണൻ്റെ ക്രൗൺ വെച്ചിട്ടാണെന്ന് ഞാൻ കേട്ടത്. ആൻഡ് ഇതിൻ്റെ മേലെ 953 സ്മോൾ വിൻഡോസാണ് ഉള്ളത്. ആൻഡ് ഈ വിൻഡോസിൻ്റെ ഉള്ളിൽ കൂടെയാണ് അന്ന് കാലത്തെ വുമൺ, ഇപ്പം നമ്മുടെ ഈ റോഡിൽ കൂടെ എന്തെങ്കിലും പ്രൊസഷൻസ്, എന്തെങ്കിലും ഫങ്ഷൻസ്, ഫെസ്റ്റിവലുകളൊക്കെ സമയത്ത് ഈ വിൻഡോസിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവിടുത്തെ റാണിമാരൊക്കെ അന്ന് പുറത്തത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഹവാ മഹലിൻ്റെ മുന്നിൽ നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം വി സ്റ്റാർട്ടഡ് ഓഫ് ടു അവർ സ്റ്റോപ്പ് നമ്പർ 2.
The beautiful city palace, the most iconic landmarks in the capital city Jaipur. So ഈ സിറ്റി പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് രാജ്പുട്ട്, മുഗൾ ആൻഡ് യൂറോപ്യൻ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആമേർ ആയിരുന്നു രാജസ്ഥാൻ്റെ അന്നത്തെ ക്യാപിറ്റൽ. പിന്നെ അതിനുശേഷം അവിടെ വാട്ടർ സ്കാസിറ്റി ഉള്ളതുകൊണ്ടാണ് അന്നത്തെ മഹാരാജാവായ ജയസിംഗ് സെക്കൻഡ് ക്യാപിറ്റൽ ജയ്പൂരിലേക്ക് മാറ്റിയതും ഈ ബ്യൂട്ടിഫുൾ സിറ്റി പാലസ് നിർമ്മിച്ചതും. ഇപ്പം നമ്മൾ കാണുന്നതാണ് ദിവാനി കാസ്. രാജാവിൻ്റെ ഒരു ഹാൾ ഫോർ പ്രൈവറ്റ് ഓഡിയൻസ് ആയിരുന്നു ഇത്. സീക്രട്ട് മീറ്റിംഗ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വാൾസ് വെക്കാഞ്ഞതും. കാരണം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് കാണാമല്ലോ. ഇപ്പം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കേണ്ടതാണ് ലാർജസ്റ്റ് സിൽവർ ഒബ്ജക്റ്റ് ഇൻ ദ വേൾഡ്. മഹാരാജാ സവായ് മാധോ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് കിങ് എഡ്വേർഡ് സെവൻ്റെ കൊറോണേഷന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് ഒരു ഇൻവൈറ്റ് കിട്ടുന്നത്. പക്ഷേ ആ കാലത്തെ വിശ്വാസം അനുസരിച്ചിട്ട് ഹിന്ദുസ് വർ നോട്ട് അലൗഡ് ടു ക്രോസ് ദ സീ. പക്ഷേ മഹാരാജാവിന് ഇത് നിഷേധിക്കാനും പറ്റില്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് ദിൽ ട്രാവൽ ഇൻ എ ഷിപ്പ് ഇൻ വിച്ച് ബീഫ് വാസ് നെവർ സെർവ്ഡ് ഓർ കുക്ക്ഡ്. ആൻഡ് അവരുടെ ഫാമിലി കൃഷ്ണ ഡയറ്റിനെയും അവർ ഒരുമിച്ച് കൊണ്ടുപോകും കൂടെ. ആൻഡ് അതിൻ്റെ അടിയിൽ ജയ്പൂരിന് കുറച്ച് മണ്ണും വെക്കും. സോ ദാറ്റ് ദിൽ ഫീൽ ദാറ്റ് ദേ ആർ സ്റ്റിൽ ബാക്ക് അറ്റ് ഹോം. അപ്പോൾ ആ കാലത്ത് മഹാരാജാവിന് കുടിക്കാനും കുളിക്കാനും ഉള്ള വെള്ളം വാസ് ഗംഗാജൽ. സോ അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹ്യൂജ് 345 kg ഏൺസ് കൊണ്ടുപോയത്. ഇറ്റ് ക്യാൻ ക്യാരി അപ് ടു 2000 ലിറ്റർ ഈച്ച്. സോ നമ്മളിപ്പോൾ പറഞ്ഞ മാധോ സിംഗ് സെക്കൻഡ് ആയിരുന്നു ലാസ്റ്റ് റൂളിംഗ് മഹാരാജ ഓഫ് ജയ്പൂർ. ഹിസ് 4th ജനറേഷൻ ഗ്രാൻഡ് ചൈൽഡ് ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പത്മനാഭ് സിംഗ് ആണ് ദ കറൻറ്റ് മഹാരാജ ഓഫ് ജയ്പൂർ. സോ ഇനി നമ്മൾ പോകുന്നത് പ്രീതം നിവാസ് ചോക്കിലേക്കാണ്, ഓർ എൽസ് ദ പീകോക്ക് കോർട്ട്യാർഡിലേക്കാണ്. ഇവിടെ നല്ല ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റ് ചെയ്ത 4 ഗേറ്റ്സ് ഉണ്ട് വിച്ച് റെപ്രസെൻറ്റ്സ് ദ 4 സീസൺസ് ആൻഡ് ഹിന്ദു ഗോഡ്സ്. ദ പീകോക്ക് ഗേറ്റ് ഫോർ ലോർഡ് വിഷ്ണു, Lotus Gate for Lord Shiva, Green Gate for Lord Ganesha and Rose Gate for Goddess Devi. സോ ഈ കോർട്ട്യാർഡിൽ ഡാൻസിങ്, വെൽക്കമിങ് ഓഫ് ദി ഗസ്റ്റ് എല്ലാം നടക്കും. സോ ആ സമയത്ത് ഈ മേലത്തെ വിൻഡോസ് കൂടെയാണ് റാണിമാരും അല്ലെങ്കിൽ വുമൺ എല്ലാവരും ആ പ്രൊസഷൻസ് എല്ലാം കാണാറ്. പിന്നെ നമ്മൾ ഈ ഗേറ്റിന് ചുറ്റും നോക്കുകയാണെങ്കിൽ കാവൽക്കാർ പോലെ കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്. ദേ ആർ ട്രാൻസ്ജെൻഡർ പീപ്പിൾ. സോ അന്ന് കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു ലൈക്ക് റാണിമാരല്ലേ വുമണിനെ പഠിപ്പിക്കാനും കോർട്ട്യാർഡിൽ ഗാർഡ്സ് ആയിട്ട് നിൽക്കുന്നതെല്ലാം ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു. ആൻഡ് ഈ വാൾസ് ഓർ ദീസ് ഗേറ്റ്സ് ഹാവൻ ബീൻ പെയിൻറ്റഡ് സിൻസ് 245 years old. ഈ കളേഴ്സ് എല്ലാം ഒറിജിനൽ വെജിറ്റബിൾ റിയൽ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇറ്റ്സ് എവർ ലാസ്റ്റിംഗ്. സോ അതുകൊണ്ട് തന്നെ ജയ്പൂർ പോയാൽ നമുക്ക് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ക്ലോത്ത് ചിലപ്പോൾ കീറിപ്പോയായിരിക്കാം, പക്ഷേ ഞങ്ങളെ കളേഴ്സ് ഒരിക്കലും പോയില്ല. ഇവിടെ ആ ഗൈഡ് വാസ് ഷോയിങ് എസ് ഹൗ ഈ കിങ് ഈ വഴി കൂടെ നടന്നു വരുന്ന സമയത്ത് വുമൻ വുഡ് ബി ഷവറിങ് ഹിം വിത്ത് ഫ്ലവേഴ്സ് ഫ്രം ദി സ്ട്രക്ചർ വിച്ച് വാസ് ക്രിയേറ്റഡ് അബവ്. സർവധർമ്മ സംഭവ് വിച്ച് മീൻസ് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലിജൻ. അതിന് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത് മുബാറക് മഹൽ. ഓവർ ഹാങ്ങിങ് ബാൽക്കണീസ്, ഛത്രീസ് ആൻഡ് ടെമ്പിൾസ് വെച്ചിട്ടുള്ള രാജ്പുട്ട് ആർക്കിടെക്ചർ, ആർച്ചസ്, ഡോംസ്, ജോമെട്രിക് പാറ്റേൺസ് ഇൻസ്പയർ ചെയ്ത മുഗൾ ആർക്കിടെക്ചർ ആൻഡ് ഗോത്തിക് ആർച്ചസ് ആൻഡ് യൂറോപ്യൻ സ്റ്റൈൽ പില്ലേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ ആർക്കിടെക്ചറൽ ഡിസൈൻസ് വെച്ചിട്ടാണ് ഈ മുബാറക് മഹൽ ക്രിയേറ്റ് ചെയ്തത്. കറൻ്റ്ലി അത് മാധോ സിംഗ് സെക്കൻഡിൻ്റെ ക്ലോത്ത്സ് ആൻഡ് ടെക്സ്റ്റൈൽ മ്യൂസിയം ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കറൻ്റ്ലി റോയൽ ഫാമിലി റിസൈഡ് ചെയ്യുന്ന ഈ റൈറ്റ് സൈഡിൽ മേലെ കാണുന്ന യെല്ലോ കളർ ബിൽഡിംഗ് ഇല്ലേ, അവിടെയാണ്, ആ പാലസിലാണ് റോയൽ ഫാമിലി ഇപ്പോൾ റിസൈഡ് ചെയ്യുന്നത്. അതും നമുക്ക് ആക്ച്വലി ഓപ്പൺ ആണ്, ഫ്യൂ ഫ്ലോർസ് ആ ഓപ്പൺ ഫോർ ദ പബ്ലിക്. പക്ഷേ അതിന് നമ്മൾ ഒരു സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം അത് നമുക്ക് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് വി ഡിഡ്ന്റ് കവർ ദാറ്റ്. ഓൾസോ പാലസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയുണ്ട്. ഐ ഫെൽറ്റ് ദറ്റ് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട്. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാമെന്ന് ഡിസൈഡ് ചെയ്തതിനെ കൊണ്ട് നമ്മളപ്പോൾ അവിടെ നിന്ന് കഴിച്ചില്ല. ഇപ്പം സിറ്റി പാലസ് ടൂറൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ ഗൈഡും നമ്മളെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽ നമുക്ക് എന്തെങ്കിലും പർച്ചേസൊക്കെ ചെയ്യാനുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. സോ അവിടുന്ന് അവർ ട്രൂ പഷ്മീന എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ള ടെസ്റ്റൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ സിറ്റി പാലസിൻ്റെ ടൂറിന് ശേഷം നമ്മൾ ജന്തർ മന്തറിലേക്ക് വന്നു. അത് രണ്ടും തൊട്ടടുത്തായിരുന്നു. മഹാരാജാ സവായ് ജയസിംഗ് സെക്കൻഡ്, ഹൂസ് ദ ഫൗണ്ടർ ഓഫ് ജയ്പൂർ ആണ് ഈ ജന്തർ മന്തറും ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലത്തെ 5 ഒബ്സർവേറ്ററീസ് ആണ് അക്രോസ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ജയ്പൂരിലുള്ളതാണ് ദ ലാർജസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് പ്രിസർവ്ഡ് വൺ.
Built in 1734, ഇതിൻ്റെ ഉള്ളിൽ 19 ലാർജ് ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് 2010 ജന്തർ മന്തർ യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഒരു ക്വിക്ക് ജന്തർ മന്തർ ടൂറിന് ശേഷം ലൈക്ക് വി വർ ആക്ച്വലി റിയലി ടയേർഡ് സിറ്റി പാലസ് ടൂറിൻ്റെയൊക്കെ ശേഷം. സോ വി ടുക്ക് എ റിക്ഷ ആൻഡ് വി വെൻറ്റ് ടു അവർ പാർക്കിംഗ് ലോട്ട്. അവിടെ നിന്ന് വി സെറ്റ് ഓഫ് ടു അവർ നെക്സ്റ്റ് സ്റ്റോപ്പ്. പ്രിൻസ് ആൽബർട്ട് എഡ്വേർഡിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ഇൻ 1876 ആണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം ഉണ്ടാക്കിയത്. ഇത് കറൻ്റ്ലി ദ സ്റ്റേറ്റ് മ്യൂസിയം ഓഫ് രാജസ്ഥാൻ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ഓൾഡസ്റ്റ് മ്യൂസിയം ഇൻ ദ സ്റ്റേറ്റ്. പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർംസ്, ടെക്സ്റ്റൈൽ, ഏൻഷ്യൻ കോയിൻസ്, മമ്മീസ് എന്നിവയാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഭയങ്കര ഇൻട്രിക്കറ്റ് സ്റ്റോൺ കാവിങ്സ്, ഡോംസ്, ആർച്ചസ് ആൻഡ് പില്ലേഴ്സ് ഒക്കെ നമുക്ക് ഈ ബിൽഡിങ്ങിൽ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഇൻ ഫാക്ട് ആൻ ആർക്കിടെക്ചറൽ മാവൽ ഇറ്റ് സെൽഫ്. ദ ബിൽഡിംഗ് വാസ് ഡിസൈൻഡ് ബൈ സർ സാമുവൽ സ്വിൻറ്റൺ ജേക്കബ്. മസാല ചോക്ക് എന്ന് പറഞ്ഞു കേട്ടോ, അതിൻ്റെ തൊട്ടടുത്തിന് ചെറിയൊരു ഫുഡ് കോർട്ടൊക്കെ പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. സോ വി വെൻ ദേ ഹാഡ് ആൻ ഈവനിങ് ചായ ആൻഡ് സ്നാക്സ് ആൻഡ് വി സെറ്റ് ഓഫ് ടു അവർ ലാസ്റ്റ് സ്റ്റോപ്പ് ബിർള മന്ദിർ. ഹായ് ഗായ്സ്, ഭയങ്കര ടെമ്പറേച്ചർ ആണ് ഗായ്സ്, 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗായ്സ്. രാത്രി ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. സോ വി ഓൾ വെന്റ് ഇൻസൈഡ് അവർ സ്വെറ്റേഴ്സ് ആൻഡ് ദാറ്റ് വാസ് ഓൾ ഫോർ അവർ ഡേ 1. It's so beautiful and a treat to our eyes to watch a whole city painted in this terracotta pink color. So ee pink color choose is because it represents hospitality and to welcome the people. And trust me, our welcoming feel we definitely get it from here. It was indeed a beautiful sight to see a palace in between a lake. സോ മൻസാഗർ ലേക്കിൻ്റെ ഇടയിലാണ് ഈ ജൽ മഹൽ ഉള്ളത്. ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അരാവലി ഹിൽസ് ആണ്. മഹാരാജ മാധോ സിംഗ് 1, അതായത് നമ്മൾ ഡേ 1 ഹ്യൂജ് വെസലൊക്കെ കൊണ്ടുപോയ മഹാരാജ, ഹീ ഈസ് ദ വൺ ഹു ക്രിയേറ്റഡ് ദിസ് പാലസ്. ഇതൊരു ലെഷർ പാലസ് ആയിരുന്നു, അതായത് ഒരു ഗെറ്റ് അവേ പോലെ ഹണ്ടിങ് ആൻഡ് റോയൽ പിക്നിക്സിനൊക്കെ പോകുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Our next stop for the day was Nahagar Fort. നമ്മൾ രാവിലെ അവിടെ ഒരു 10 AM ആകുമ്പോഴത്തേക്കും എത്തിയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഓപ്പണിംഗ് ടൈമിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റി. അച്ഛാ മേലേക്ക് പുറത്തേക്ക് നോക്ക്. Nahagar Fort is on top of Aravalli Hills. അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്ക് സിറ്റീൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പനോറമിക് വ്യൂ നമുക്കിതിന് മേലെ നിന്ന് കിട്ടും. മഹാരാജ സവായ് ജയസിംഗ് സെക്കൻഡ് ആണ് ഈ ഫോർട്ട് ഉണ്ടാക്കിയത് ഇൻ 1734. ഒരു റെട്രീറ്റ് പർപ്പസിനാണ് ഉണ്ടാക്കിയതെങ്കിലും പിന്നെ അതൊരു ഡിഫെൻസീവ് ഫോർട്ടായിട്ടും അതിനെ കാണാൻ തുടങ്ങി. പക്ഷേ ഇന്നേ വരെ അവിടെ ഇതുവരെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ഈ ഒരു ഫോർട്ടിലെ ഒരു കീ സ്ട്രക്ചറാണ് ഈ മാധവേന്ദ്ര ഭവൻ. ഇറ്റ് വാസ് ബിൽഡ് ബൈ സവായ് മഹാരാജ മാധോ സിംഗ് ഇൻ 19th century. ഇതിൻ്റെ അകത്ത് ദെർ ആർ സൂട്ട്സ് ഫോർ കിങ് ആൻഡ് ക്വീൻ. ഇവിടെ 9 റാണിമാർക്കുള്ള ചേംബേഴ്സ് പണിതുണ്ടായിരുന്നു, അതും 9 ഐഡൻറ്റിക്കൽ ചേംബേഴ്സ്. ഇതുപോലത്തെ സിമിലർ സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഇനി പോകുന്ന ഫോർട്ട്സിലും ഉണ്ടായിരുന്നത്. പക്ഷേ ബിക്കോസ് വി റീച്ച്ഡ് ഹിയർ ഏർലി ആൻഡ് അധികം തിരക്കൊന്നും ഇല്ലാത്തത് കാരണം കമ്പയർഡ് ടു ആമേ ഫോർട്ട് നമുക്കിവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു, നല്ല ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് പീസ്ഫുള്ളി ഈ സ്ഥലം കാണാൻ പറ്റി. സോ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഏർലി മോർണിംഗ് ടൈമിൽ എത്തുവാണെങ്കിൽ വിൽ ഗെറ്റ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇറ്റ്സ് ഗോണ ബി മോർ peaceful. I was just wondering, it's so back in time, yet how beautifully and how detailed are these structures. 9 വൈഫ്സിനും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇത് മെയ്ഡ്സ് റൂമാണ്. ആൻഡ് ദെൻ വി ആർ എൻറ്ററിങ് ഇൻ ടു ദ ക്വീൻസ് ബെഡ്റൂം, ചേഞ്ചിങ് റൂം ആൻഡ് ഈച്ച് ഹാവ് ദെയർ ഓൺ ടോയ്ലറ്റ്സ്, കിച്ചൺ ആൻഡ് എവറിത്തിങ്. സോ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പണ്ട് കാലത്തെ ടോയ്ലറ്റ്സ്. ഇവിടെയും ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും റാണിമാർക്ക് ബെഡ്റൂംസ് ഉണ്ട്. സമ്മർ സീസണിൽ ദേ ഓൾ റിസൈഡ് ഇൻ ദ അപ്പർ ഫ്ലോർസ് ആൻഡ് ഇൻ ദ വിൻ്റർ സീസൺ ദേ റിസൈഡ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർസ്. ഇപ്പം നമ്മൾ കാണുന്നതാണ് അവരുടെ കിച്ചണിലെ ചിമ്മിനി. റാണിമാര്
അല്ല 9 റൂം 9 കിച്ചണ് അന്നത്തെ രാജാവ് ഉണ്ടാക്കി കൊടുത്ത. കാരണം എന്താ വെച്ചാല് അന്ന് അടിപിടി വേണ്ടല്ലോ, അന്നൊന്നും റാണിമാരൊക്കെ കണക്കും വ്യത്യാസത്തിൽ. സോ ഇതാണ് ലൈക്ക് ഇപ്പോൾ ഒരു യൂണിറ്റ് എടുക്കുവാണെങ്കിൽ ആ യൂണിറ്റിൻ്റെ കോർട്ട് യാർഡ് ആൻഡ് ഇതിൽ കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് ബെഡ്റൂം എത്തും. ആൻഡ് ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലാണ് ദിസ് ഇസ് ദ ചേഞ്ചിങ് റൂംസ്. എന്തായാലേ നമ്മൾക്ക് ഈ കാലത്താണ് ഞാനൊക്കെ വാക്കിംഗ് വാർഡ്റൂമിനെ പറ്റി അറിയുന്നതെങ്കിലും ആ കാലത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. സോ ആൻഡ് ദ ഡീറ്റെയിലിങ്സ് ആൻഡ് ദ ഡിസൈൻസ് ആർ ലൈക്ക് റിയലി ഗ്രേറ്റ്. സോ ഇത് പണ്ട് കാലത്തെ കുറ്റിയാണ് ഡോറിൻ്റെ. സോ ഈ 9 യൂണിറ്റ്സും ഇസ് കണക്റ്റഡ് ടു എ കോമൺ കോറിഡോർ. സോ ആ കോറിഡോറിൻ്റെ പേരാണ് രാജാ കാ ഗലിയാര. അതായത് രാജാവിന് ഇഷ്ടമുള്ള റാണീനെ കാണാൻ വേണ്ടിയിട്ടുള്ള പാസേജ് ആണിത്. സോ രാജാവ് അന്ന് ഏത് റാണീനെ കാണാനാണോ പോകുന്നത്, ദാറ്റ് പെർട്ടിക്കുലർ ഡോർ വിൽ ബി ഓൺലി ഓപ്പൺഡ്. സോ ബാക്കിയുള്ള റാണിമാരെ അറിയില്ല രാജാവ് വന്നോ പോയോ ഉള്ളത്. ബുദ്ധിമാനായ രാജാവ് അല്ലേ. സോ ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിൻഡോസ് ഉണ്ട്. അതിനുള്ളിൽ കൂടിയാണ് റാണിമാർ പ്രൊസഷൻസോ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ കാണാം. ഇനി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, ഇവിടുന്ന് കുറച്ച് നടന്ന് നമ്മൾ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സെയിം ലേ ഔട്ട്, ഒരു വ്യത്യാസവും ഇല്ലാണ്ടാണ് ആ നെക്സ്റ്റ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഐ എം തിങ്കിങ് ലൈക്ക് അന്ന് കാലത്ത് തന്നെ എന്ത് ഐഡിയയിലാണ് ഇവരിതൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഒരു റാണിക്കും ഈഗോ ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ റാണിമാർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തു രാജ്യം. പിന്നെ അവിടെ നമ്മൾ അതിൻ്റെ ഏറ്റവും മേലെ കയറി അതിൻ്റെ ടോപ്പ് വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. സോ അതിൻ്റെ മേലേന്നും നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. സോ ദീസ് ആർ ദ 2 സിമിലർ യൂണിറ്റ്സ്. മേലെ നിന്ന് അതിൻ്റെ ടോപ്പ് വ്യൂ കണ്ടോ, സീ ഹൗ ഹൗ ഐഡൻറ്റിക്കൽ ദേ ആർ. സോ ഇതിൻ്റെ മേലേന്നും നമുക്ക് ജയ്പൂരിനൊരു ഫുൾ ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ പറ്റും. അച്ഛാ പൊട്ടിച്ചോ പൊട്ടിക്ക് എന്താ അത്? ഇതാണ് മേലേന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഓരോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇതിലുള്ളവരുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആൻഡ് വി സ്റ്റാർട്ടഡ് ഓൺ അവർ വേ ടു ജയ്ഗാ ഫോർട്ട്. On a majestic hilltop, E fortress is mainly known for its military purpose and has a great historic value. Jai Singh II 1726-ലാണ് ഈ ഫോർട്രസ് ഉണ്ടാക്കിയത് and the basic ideology was to protect the Amer fort. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇസ് ദിസ് J1 cannon. It is one of the largest wheeled cannon in the world. ഇവിടുത്തെ അഡ്വാൻസ്ഡ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം വിത്ത് ലാർജ് അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് ആണ് ഈ പ്ലേസിലെ വേറൊരു ഹൈലൈറ്റ്. ഈ ഫോർട്ടിനു ചുറ്റും സ്ലോപ്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ ദാറ്റ് വെള്ളം വരുമ്പം ഇറ്റ് വിൽ ഗെറ്റ് ലൈൻഡ് ആൻഡ് ജോയിൻ ദ റെയിൻ വാട്ടർ കളക്ഷൻ പോയിന്റ്. ഓൾസോ ഇവിടെ അങ്ങ് ദൂരെ നിങ്ങൾക്കൊരു ഫ്ലാഗ് കാണാൻ പറ്റും അല്ലേ. ദാറ്റ് ഇസ് നോൺ ആസ് ദ പഞ്ച്രംഗ, ദ 5 color ഫ്ലാഗ് ഓൺ ടോപ്പ് ഓഫ് ദി ജയ്ഗാ ഫോർട്ട്. മഹാരാജ മാൻ സിംഗ് 5 മേജർ അഫ്ഗാൻ ഗ്രൂപ്പിനെ ഡിഫെൻഡ് ചെയ്തപ്പോഴാണ് ഈ ഫ്ലാഗിൻ്റെ കളറ് 5 കളറാക്കിയിട്ട് മാറ്റിയത്. ഓൾസോ ചിലപ്പം പാലസ് അല്ലെങ്കിൽ ഫോർട്ടിൽ ഒരു ഫ്ലാഗിൻ്റെ മേലെ ഒരു കുഞ്ഞു ഫ്ലാഗും കൂടെ കാണാൻ പറ്റും, വിച്ച് ഇസ് റെപ്രസെൻറ്റിംഗ് ദാറ്റ് മഹാരാജ ഇസ് പ്രസൻറ്റ് ഓവർ ദെയർ. ഇവിടെയുള്ള ഹ്യൂജ് വാട്ടർ കളക്ഷൻ ടാങ്ക്സ് ദാറ്റ്സ് ഓൾമോസ്റ്റ് 158 meter ലോങ് ആൻഡ് 40 feet ഡീപ്പ്. അതായിരുന്നു പണ്ട് കാലത്ത് ഇവരൊക്കെ ട്രഷറി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് റൂളേഴ്സ് യൂസ് ചെയ്തത് എന്നാണ് പറയുന്നത്. And it is also said that 1970 when the Indian government came to know about it, they came and looked at the area completely, even though officially it said that they never got anything from inside. ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഗവൺമെൻറ് എല്ലാം അടിച്ചുകൊണ്ട് പോയിരുന്നു. Our next stop was at Panna Meena Ka Kund. It was a magnificent architectural structure. It is said to have 1800 crisscross steps and about 200 feet deep. പണ്ട് കാലത്തൊരു കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് ഏരിയ ആയിട്ടാണ് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ മീന എന്നുള്ള പേര് വരാനുള്ള കാരണം മീന ഇസ് എ ട്രൈബ്, ഇറ്റ് വാസ് എ വാരിയർ കമ്മ്യൂണിറ്റി ആൻഡ് പന്ന എന്ന് പറയുന്ന ഇറ്റ് ഇസ് എ നെയിം ഓഫ് എ പേഴ്സൺ. സോ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ടു വാച്ച് ദാറ്റ് സ്പേസ് ആസ് വെൽ. Rising like a golden crown against the Aravalli hills. Welcome to one of Rajasthan's most iconic forts, Amer Fort. ഈ മാഗ്നിഫിസൻറ്റ് സ്ട്രക്ചർ, ഈ ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 1952 രാജ മാൻ സിംഗ് ആണ്. ഹി വാസ് ഓൾസോ എ ട്രസ്റ്റഡ് ജനറൽ എംപറർ ഇൻ അക്ബേഴ്സ് കോർട്ട്. നമ്മൾ ഈ ഫോർട്ടിലേക്ക് കയറി അവിടെ തന്നെ ഒരു
ദേവി ടെമ്പിൾ ഉണ്ട്. ഇറ്റ്സ് സെറ്റ് ടു ബി എ ഫോം ഓഫ് ദുർഗ. ശാസ്ത്രത്തിന് കാരണം ഡെയിലി ഓരോ ബോട്ടിനെ അവർ വെട്ടും. റമ്മും വിസ്കിയും കിട്ടും. ഇതാണ് പാലസിൻ്റെ മെയിൻ ഗേറ്റ്. സിംഗ് പോൾ ഗേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം നമ്മൾ മുന്നിൽ കാണുന്ന സ്ട്രക്ചറാണ് ദിവാനയാം, അതായത് ഹാൾ ഫോർ ദ പബ്ലിക് ഓഡിയൻസ്. സോ ഈ കാണുന്ന സൈഡിൽ നിന്നാണ് സൺറൈസ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് സറൗണ്ടഡ് ബൈ അരവല്ലി ഹിൽസിൻ്റെ മേലെയാണ് ഇത്. സോ ഈ ഒരു ഏരിയയിലേക്കാണ് ജനങ്ങൾ ഫുള്ള് കൂടി. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ദിവാനയെ ആം ഉണ്ടല്ലോ, അതായത് ആം ആദ്മി, അതായത് ഏതൊരു നോർമലായിട്ടുള്ള ഒരാൾക്കും വന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഈ പബ്ലിക് ഗ്യാദറിങ് ഓഡിയൻസിനുള്ള ഹാൾ യൂസ് ചെയ്തത്. ഈ ബ്യൂട്ടിഫുൾ ആർട്ട് വർക്ക്സ് ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വെജിറ്റബിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ദേ ഹാവ് ഈവൻ യൂസ്ഡ് ഗോൾഡ്, 24 കാരറ്റ് ഗോൾഡ് ഫോർ ദി ആർട്ട് വർക്ക്സ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ. ഇപ്പം നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ മാൻസിംഗ് ആണ് ഈ പാലസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇത് എക്സ്പാൻഡ് ചെയ്തത് ബൈ രാജ ജയസിംഗ് 1 ആണ്. അതായത് അവർ പറയുന്ന ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഓരോ രാജാവ് വരുമ്പോഴും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ബ്യൂട്ടിഫുൾ പാലസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് എ സെൻട്രൽ ഗാർഡൻ ഏരിയ. അതിന് നടുക്ക് ഫൗണ്ടെയിൻസ് ഉണ്ട്. സോ അതിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്ന ടൈപ്പ് ഒരു സിസ്റ്റവും നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. സോ അതിങ്ങനെ ഓപ്പൺ ആയി നല്ല എയർ സർക്കുലേഷനൊക്കെ ഉള്ളിലേക്ക് പോയി. വാട്ടർ ടാങ്ക് താഴെയാണ്. സോ ഇറ്റ് സെറ്റ് ദാറ്റ് വെള്ളം നല്ല തണുത്ത വെള്ളമായിട്ടാണ് പോകുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ റാണിമാരൊക്കെ അതിൽ കാലൊക്കെ ഇട്ടിട്ട് ആൻഡ് ദേ യൂസ് ടു സ്പെൻഡ് ദ ടൈം ഓവർ ദാറ്റ്. ഭയങ്കര കോൾഡാ അല്ലേ? നല്ല തണുപ്പില്ലേ തൊടുമ്പോ? ഒരു 5 എലമെന്റ് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതാണ് one of the most beautiful place in Amer Fort, which is the Sheesh Mahal, also known as the Mirror Palace. കുറേ കോൺവെക്സ് മിറേഴ്സ് ആൻഡ് കളേർഡ് ഗ്ലാസ്സസ് ഇമ്പോർട്ടഡ് ഫ്രം ബെൽജിയം വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ചെറിയൊരു കാൻഡിൽ കത്തിച്ചാൽ തന്നെ ദ ഹോൾ റൂം വിൽ ഗെറ്റ് ലിറ്റ്. ഇത് റോയൽ ഫാമിലീൻ്റെ ഒരു പ്രൈവറ്റ് ചേംബർ ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നതാണ് കേസർ ക്യാരി അല്ലെങ്കിൽ സാഫ്രൻ ഗാർഡൻ. ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ളൊരു ലേ ഔട്ടാണ്. ഇവിടെ ഒരുപാട് ഗാർഡൻ ഉണ്ട്. സോ ഇവിടെ പണ്ട് കേസർ വളർത്താൻ വേണ്ടി മഹാരാജാവ് ട്രൈ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം അത് സക്സസ് ആയില്ല. നമ്മൾ തൊട്ടു മുന്നേ കണ്ട ജേഗർ പാലസ് ആണ് ഇപ്പോൾ അവിടെ ദൂരെ കാണുന്നത്. അവിടുന്ന് ആമേർ ഫോർട്ടിലേക്ക് ഒരു സീക്രട്ട് പാത്ത് വേ ഉണ്ട് എന്നാണ് പറയുന്നത്, ഒരു ടണൽ. ഇപ്പോൾ നമ്മളുള്ളത് ജനാന മഹലിലാണ്, വിച്ച് ഇസ് ദ ലേഡീസ് അപ്പാർട്ട്മെൻറ്റ്. സോ ഇത് നടുക്ക് ഇങ്ങനെ റെയിലിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സാധനം കണ്ടോ, അത് പണ്ട് കാലത്തെ ലേഡീസിന് ബാത്ത് ചെയ്യാനുള്ള സ്ഥലമായിരുന്നു. ആ സൈഡിലൊരു ഏരിയ കണ്ടോ, അവിടെയാണ് അവർ ഇരിക്കുക. അത്ര ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? The famous Jodha Akbar മൂവിയിൽ യു ക്യാൻ ആക്ച്വലി സീ ദിസ് ആമേർ ഫോർട്ട്. ജോധ ബൈ ആമേർ എന്നാണല്ലോ. ഡെഫിനറ്റ്ലി അവർ കുറച്ച് സെറ്റ് ഇട്ടിട്ട് ആ ലുക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദർ ഇസ് എ ഫേമസ് ഫൈറ്റ് സീൻ ബിറ്റ്വീൻ ഐശ്വര്യ റോയ് ആൻഡ് ഋത്തിക് റോഷൻ. അത് ഇപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന ഈ മിഡിൽ ഏരിയയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇഫ് യു ഗോ ബാക്ക് ആൻഡ് ജസ്റ്റ് സീ ദാറ്റ് വിഷ്വൽസ് യു വിൽ ബി ഏബിൾ ടു റിലേറ്റ് അബൌട്ട് ഇറ്റ് മോർ. तूने क्या किया आपके लिए भैया, अब मारा मारा मैं चांद से आया हूँ इधर है आगे ही बहारा किया तूने क्या सर അങ്ങനെ ആമേർ ഫോർട്ടും കണ്ടു കഴിഞ്ഞ് ആ ഡേ 2 ഫോർട്ട് വിസിറ്റ്സ് കെയിം ടു ആൻ എൻഡ്. ഒരു മകർ സംക്രാന്തി ദിവസം ആയതുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഈ ടൂറൊക്കെ ശേഷം ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടനും വേഗം പോയി. സോ വി ഡിസൈഡ് ടു എക്സ്പ്ലോർ ഓൺ അവർ ഓൺ. മകർ സംക്രാന്തി ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്സും ഓപ്പൺ അല്ലായിരുന്നു, പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് കുറച്ച് കടകളൊക്കെ ഓപ്പൺ ആയിരുന്നു. സോ വി ക്വിക്ക്ലി വെൻറ്റ് ഔട്ട് ഫോർ ഷോപ്പിംഗ്. അവിടെ നിന്ന് നല്ല ജൂത്തീസും പിന്നെ എന്തെങ്കിലും ക്ലോത്ത്സ്, അതായത് വിഗുനും അച്ഛനും പ്രിൻറ്റഡ് ഷർട്ട്സ്, അങ്ങനെയൊക്കെ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ കുറേ ജൂത്തിയും കമ്മലും ഷർട്ട്സും കുർത്തിയും എല്ലാം വാങ്ങി നമ്മൾ ഷോപ്പിംഗ് റാപ്പപ്പ് ചെയ്തു. അപ്പോഴാണ് നമ്മൾ മേലേക്ക് നോക്കുമ്പോൾ കണ്ടത് മകർ സംക്രാന്തിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മേലെ ലാൻറ്റേൺസ് വിടുന്നുണ്ടായിരുന്നു. ദേവ ഫയർ വർക്ക്സ്. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സൈറ്റും ഞങ്ങൾക്ക് കാണാൻ പറ്റി.
ജാനുവരി ടൈമിലാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്വെറ്റേഴ്സും എല്ലാം ഇട്ടിട്ട് നടക്കുന്നത്. ആൻഡ് ഐ ഗെസ് ഇറ്റ് വാസ് ലൈക്ക് എ പെർഫെക്റ്റ് ടൈം ടു വിസിറ്റ്. കാരണം ഡേ ടൈമിലാണെങ്കിലും അത്ര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നില്ല, വലിയ ചൂടുണ്ടായിരുന്നില്ല. കാരണം ഇറ്റ് വിൽ ബി റിയലി ഡിഫിക്കൾട്ട് ടു വിസിറ്റ് ഹിയർ ഡ്യൂറിങ് ദ സമ്മേഴ്സ്. ഓൾസോ രാത്രി ഈ സിറ്റി കൂടെ ഒരു ടൂർ അടിക്കുന്ന ഫീൽ വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. കാരണം ഈ പിങ്ക് സിറ്റി വാസ് ഫുള്ളി ലിറ്റ് അപ്പ്. ആ ബിൽഡിങ് ആ കളറിൽ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇറ്റ് വാസ് സോ മെസ്മറൈസിങ് ടു വാച്ച്. നമ്മൾ രാവിലെ കണ്ട ഹവാമഹൽ പോലെയല്ല, ലൈക്ക് ആ ഒരു വ്യൂ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അങ്ങനെ ഈവൻ ദോ ഐ സെഡ് വി റാപ്ഡ് അപ്പ് ഷോപ്പിംഗ്, ഹവാമഹലിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റിലും നമ്മൾ കയറി കുറേ സാധനമൊക്കെ വാങ്ങി. പിന്നെ അച്ഛൻ്റെ ഒരു കസിൻ പറഞ്ഞു LMB എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടെ, ദാറ്റ്സ് റിയലി ഫേമസ് ആൻഡ് വി ഗെറ്റ് റിയലി നൈസ് ഫുഡ്. അങ്ങനെ നമ്മൾ അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇത് പനീർ കേവറാണ്. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മൈസൂർ പാക്കിന്റെ അനിയനെ പോലെ ഉണ്ട്. മൈസൂർ പാക്കിൻ്റെ അനിയന. ആ ഒരു മിൽക്കി ടേസ്റ്റ്. 600 rupees-ആണ് ഒരു ബ്ലോക്കിന്. ഓ ഓക്കെ. ലൂസായിട്ട് മകയില്ല. ഒരുമാതിരി നമ്മുടെ ഹണി ബി കൂമ്പിൻ്റെ പോലെയല്ലേ. പിന്നെ ടു സ്റ്റാർട്ട് ഓഫ് ഞങ്ങളൊരു ലസ്സി വാങ്ങി. ആൻഡ് അവിടുത്തെ രാജസ്ഥാനിൽ പോയാൽ മെയിനായിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് ദാൽ ബാട്ടി ചൂർമ. ഞാൻ പണ്ട് അഹമ്മദാബാദ് ആയപ്പം ഞങ്ങൾക്ക് അവിടെ PG-യിൽ ഇത് കിട്ടുമായിരുന്നു. പക്ഷെ അപ്പോൾ ഈ ദാൽ ബാട്ടി ആ സാധനം ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്യുന്ന സാധനം യൂസ് ടു ബി റോക്ക് സോളിഡ്. സോ അതുകൊണ്ട് എനിക്ക് ആ സാധനം ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ നൗ ഐ ഹാഡ് ദ ഒത്തൻറ്റിക് വൺ ആൻഡ് ഇറ്റ് ടേസ്റ്റഡ് റിയലി നൈസ്. ഗൈസ് ദാൽ ബാട്ടി ചൂർമ എങ്ങനെയുണ്ട്? എന്താ ഇതിന് ഓർഡർ ചെയ്യോ? കിട്ടിയാ കഴിക്കോ? ടേസ്റ്റ് ഉണ്ട്. ആ പക്ഷേ ഈ ഒരു മധുരം എല്ലാം കൂടിയുള്ള കോമ്പിനേഷൻ ഓർഡർ ചെയ്യൂല. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യണം. നമ്മൾ ഈ സ്റ്റേറ്റിൽ വന്നുകൊണ്ട് നമ്മൾ ഈ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം. Then we had some stuffed paratha and we ended it with a special rasmalai. Oh, that was just out of the world. It was too good. എനിക്ക് യൂഷ്വലി ഫുഡൊക്കെ കഴിച്ച എക്സ്പ്രഷൻ വരാത്ത ഒരാളാണ്, പക്ഷേ ഐ കുഡൻറ്റ് റെസിസ്റ്റ് ദിസ്. ഇറ്റ് വാസ് ദാറ്റ് ഗുഡ്. ഓൾസോ ഇന്ന് നമ്മൾ ജയ്പൂരിലെ ലാസ്റ്റ് ഡേ ആണ്. ടുമോറോ ഏർലി മോർണിംഗ് വി ലീവ് ഫ്രം ഹിയർ. സോ അതിനെ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു ബിക്കോസ് വി ആർ ഗോയിങ് ടു എ ന്യൂ പ്ലേസ്. സോ ഐ വിൽ ബി റാപ്പിംഗ് അപ്പ് ദ വീഡിയോ ഓവർ ഹിയർ. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് and join along to watch what's coming next. So see you guys from the next location. Bye Jaipur. Bye. Acha bye bara. Acha happy. I'm happy. Let's go to Jodhpur.